ഓടിക്കുന്ന ആരാന്ന് ശ്രദ്ധിക്കണ്ടാവില്ല. ഇറങ്ങാൻ നേരത്തെ കാശ് മേടിക്കാൻ നേരത്തൊക്കെയാണ് ചിലപ്പോ പൈസ ഒന്നും മേടിക്കാണ്ട് പോവാള്. സഹായിക്കൊക്കെ ചേർന്ന് എല്ലാരെയും സഹായിക്കും ഇങ്ങനെ. മണിച്ചേട്ടൻ്റെ ഒരു വണ്ടിയും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി നമ്പർ KRR75. അതിന്റെ പേരും മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ്. നാടിനോട് ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലേക്ക് വരാറുണ്ട്. പിന്നെ സൂക്ഷിക്കാണ്ട് അവന് അസുഖം വന്നു. രക്തം വൊമിറ്റ് ചെയ്ത് മോർണിംഗ് 3 മണിക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്നു. ഇവിടുത്തെ മണിച്ചേട്ടൻ ജീവിതം തുടങ്ങിയ ഓട്ടയാണ് ഇത്. ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ചാലക്കുടിയിലാണ്, നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ നാട്ടില്. ഇവിടെ നമ്മുടെ ചാലക്കുടൻ ചങ്ങാതിയുടെ നാട്ടില് അവിടെ കുറെ ചങ്ങാതികൾ ഇതിന്റെ അകത്തുണ്ട് നമ്മുടെ മണിച്ചേട്ടന്റെ. അപ്പം അവരുടെ ഓട്ടോ സ്റ്റാൻഡിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. മണിച്ചേട്ടന്റെ പേര് തന്നെയാണ് വച്ചേക്കുന്നത് ഓട്ടോ സ്റ്റാൻഡ്. മണിച്ചേട്ടൻ പണ്ട് ഓട്ടോ ഡ്രൈവർ ആയിരുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡിന്റെ പേരും മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് വെച്ചു. ഈ സ്റ്റാൻഡിലാണ് മണിച്ചേട്ടന് ഓട്ടോ ഓടാൻ തുടങ്ങിയത്. നമ്മുടെ ചാലക്കുടി സ്റ്റാൻഡിലായിരുന്നു. അന്ന് ഈ മെട്രോ ഒന്നും ഇല്ലായിരുന്നു, ഈ പാലങ്ങളൊന്നും ഇല്ലായിരുന്നു. മാർക്കറ്റിന്റെ സൈഡിലായിരുന്നു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പാലങ്ങളായി, അതുകൊണ്ട് ഓട്ടോ സ്റ്റാൻഡ് അവർ ഇങ്ങോട്ട് മാറ്റിയേക്കുവാണ്. അപ്പൊ നമ്മളിന്ന് മണിച്ചേട്ടന്റെ നാട്ടിലാണ്. മണിച്ചേട്ടന്റെ വീടും പാടിയും അങ്ങനെ പാടിയെല്ലാം നമ്മൾ കണ്ടു. ഇനി മണിച്ചേട്ടന്റെ ചെങ്ങാതിമാരത്തും കൂടി നമുക്ക് ചോദിക്കാം ചാലക്കുടിയും ചെങ്ങാതിക്കാരുടെ വിശേഷങ്ങൾ എന്താണെന്നുള്ളത്. പിന്നെ കലാപൊല്ല കയറി, പിന്നെ ആളവിടെ തിരക്കായി പോയി, പിന്നെ പടങ്ങളിൽ കയറി, പിന്നെ ഇതേ ഈ പറഞ്ഞവര് തന്നെ വല്ലപ്പോഴും ഇവിടെ വരുമ്പോ ആളുടെ വണ്ടി ഉണ്ട്, കറങ്ങ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർമ്മയ്ക്ക് വേണ്ടിട്ടായിരുന്നു മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് എന്നിട്ട്? അത് ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ കൂട്ടുകാരെല്ലാം അവിടെ ചേർന്നിട്ടാണല്ലേ? ഇറങ്ങുമ്പോ തന്നെ ആൾക്കൊരു 18-20 വയസ്സിലല്ലേ, ആ വയസ്സിലൊക്കെ ആ ചെറുപ്പത്തിലായിരുന്നു ഇവിടെ ഓടിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോഴേക്ക് ആള് മിമിക്രിയിലേക്ക് കൂടുതൽ ആക്റ്റീവ് ആയില്ലേ. കുറെ തമാശ കാണിക്കും, ഇതേമാതിരി തന്നെ ഓരോരുത്തരൊക്കെ കയറ്റും. ഓടിക്കുന്ന ആരാന്ന് ശ്രദ്ധിക്കണ്ടാവില്ല. ഇറങ്ങാൻ നേരത്തെ കാശ് മേടിക്കാൻ നേരത്തൊക്കെയാണ് ചിലപ്പോ പൈസ ഒന്നും മേടിക്കാണ്ട് പോവാള്. അങ്ങനെയൊക്കെ തമാശൊക്കെ കാണിക്കാറ്. ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ആൽബം പിടിച്ചപ്പോ മണി നമ്മളെയൊക്കെ പിടിച്ച് നിർത്തിയില്ലേ വണ്ടിയുടെ സൈഡിൽ. ആള് പാട്ടുമാടി ഫ്രണ്ട് ഇവിടെ നിർന്നിട്ട് ആൽബപ്പെടുത്തതാ. ആള് ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുടെ പ്രത്യേകത വെച്ചാല് എവിടെ ഷൂട്ടിങ് കഴിഞ്ഞാലും ആള് ഇപ്പൊ എന്റെ നാട്ടിലേക്ക് എത്തും. ആളുടെ വീടിന്റെ അവിടെ ഒരു കടയുണ്ട്, ആ കടയുടെ അവിടെ എപ്പോഴും ഉണ്ടാവും. ആ കടയുടെ ഫ്രണ്ടില് മണി മണിച്ചേട്ടന്റെ ആൾക്ക് നാടിനോട് ഭയങ്കര ഇഷ്ടമാണ്. എവിടെ ഷൂട്ടിംഗ് ഉണ്ടായാലും ആ രാത്രി അല്ലെങ്കിൽ ഇവിടെ എത്തും. ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ ഇവിടെ എത്തും. നമ്മളങ്ങനെ ചാലക്കുടിയിലുള്ള മണിച്ചേട്ടന്റെ വീട്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ് വീട്. ചാലക്കുടിയുടെ എത്ര ദൂരമുണ്ട്? ചാലക്കുടിയിൽ 1 കിലോമീറ്ററിനകത്താണ് മണിച്ചേട്ടന്റെ വീട്. തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും മണിച്ചേട്ടൻ്റെ വീട്. എല്ലാവർക്കും മണിച്ചേട്ടനെ അറിയാം. ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഓട്ടോ ചേട്ടന്മാരോട് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അവരെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. ഒരു 1 കിലോമീറ്റർ താഴെ ഉള്ളൂ. ഇത് ചാലക്കുടിയിൽ ഓട്ടോ സ്റ്റാൻഡിന് ഇട്ടിരിക്കുന്ന പേര് പോലും മണിച്ചേട്ടന്റെ ഓട്ടോ സ്റ്റാൻഡ് മണിച്ചേട്ടൻ ജനിച്ചത് മണിച്ചേട്ടൻ വളർന്നതല്ല ഇവിടെ തന്നെ. പാടിയുണ്ട്, അവിടെയാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. പക്ഷെ ജനിച്ചു വളർന്ന വീടല്ല ഇതാണ്. പക്ഷെ അമ്മയും മോളും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ കാണുന്നില്ല. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. ഇവിടെ ബെല്ലുണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ആരെങ്കിലും വരുമോന്ന് അറിയത്തില്ല. പക്ഷെ ആരെയും കാണുന്നില്ല. ഇവിടെ അങ്ങനെ ആൾതാമസം ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇവിടെ മണിച്ചേട്ടന്റെ പണ്ടത്തെ ഒരു സ്കൂട്ടി ഇരിപ്പുണ്ട് ഇതിനകത്ത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് വണ്ടി വരുന്നത്. വണ്ടിയുടെ നമ്പർ ഉണ്ടല്ലേ, KL48L100. മണിച്ചേട്ടൻ്റെ ആദ്യത്തെ വണ്ടി. മണിച്ചേട്ടൻ്റെ എല്ലാ വണ്ടിയുടെ നമ്പറും 100 ആണ്. മണിച്ചേട്ടന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പൊ മണിച്ചേട്ടൻ വിശ്രമിക്കുന്ന സ്ഥലമുള്ളത്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീടിന്റെ ഒരു പോർഷൻ തന്നെയാണ് അങ്ങനെ ആക്കിയിരിക്കുന്നത്. വീടിന്റെ തൊട്ടടുത്ത് തന്നെ അടക്കം ചെയ്തിരിക്കുന്നത്. അതിന്റെ അവിടെ മണിച്ചേട്ടൻ ഒരു വണ്ടിയുണ്ട്, ഫസ്റ്റ് വണ്ടി ബുള്ളറ്റ്. മണിച്ചേട്ടൻ പോകുന്ന എല്ലാവരും കണ്ടാണ്. ഇവിടെയാണ് നമ്മുടെ സ്മൃതി മണ്ഡപം ഉള്ളത്. ഇവിടെ ലോക്ക് ചെയ്ത് വെക്കാണ്. ഇപ്പൊ ഇവിടെ ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഒരു മണിച്ചേട്ടൻ്റെ ഒരു വണ്ടിയും കൂടി ഇവിടെ ഇരിപ്പുണ്ട്. വണ്ടി നമ്പർ KRR758. ബുള്ളറ്റിന്റെ ഒക്കെ ഫസ്റ്റ് സെക്ഷനിൽ വന്ന വണ്ടിയാണ്. ഇതാണ് മണിച്ചേട്ടൻ്റെ ഇവിടെ വണ്ടി. ഇത് മണിച്ചേട്ടൻ്റെ വണ്ടിയാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ വണ്ടിക്ക് മാത്രമേ ഉള്ളൂ തോന്നുന്നു വേറെ നമ്പർ ഉള്ളത്. ബാക്കി എല്ലാ മണിച്ചേട്ടൻ്റെ വണ്ടിയുടെ നമ്പർ 100 ആണ്. ഇത് മാത്രമേ ഉള്ളൂ വേറെ ഉള്ളതെന്ന് പറയുന്നത്. മണിച്ചേട്ടൻ 100 എന്തിനാണ് ഇട്ടതെന്ന് മണിച്ചേട്ടൻ തന്നെ പറയാറുണ്ട്. എന്തായാലും പരീക്ഷ എഴുതാൻ 100 മാർക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല, അപ്പം വണ്ടിയുടെ അല്ലെങ്കിൽ 100 ഇട്ടോട്ടെ എന്ന് മണിച്ചേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ മണിച്ചേട്ടൻ ഒരു സ്കോർപിയോ കാർ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. അതും ബെൻ 100 എന്നാണ്. എല്ലാം ബെൻ 100 ആണ്. ബെൻ ജോൺസിന് ശേഷമാണ് ബെൻ 100 എന്നുള്ള സംഭവം മണിച്ചേട്ടൻ എല്ലാത്തിലും ഇട്ടിട്ടുള്ളത്. വണ്ടിയിൽ ബെൻ 100, ഓട്ടോയിലും ബെൻ 100 ആണ്. മണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന സമയത്തില് അവിടെ ഒരു വൈഫിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു ഇവിടെ മണിച്ചേട്ടൻ്റെ അനിയൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്, ഇവിടെ ഒരു കുളം ഉണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും എൻഡ് മണിച്ചേട്ടൻ്റെ വീടിൻ്റെ എൻഡിലാണ് ഈ സംഭവം വരുന്നത്. അപ്പം അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ വൈഫിൻ്റെ അമ്മയാണ് അവിടെ ഉണ്ടായിരുന്നത്. അമ്മ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ആരും അവിടെ ഇല്ല, ഇടയ്ക്ക് വൃത്തിയാക്കാൻ മാത്രം, വീട് മോശം ഉണ്ടെന്നുള്ള വൃത്തിയാക്കാൻ മാത്രം വേണ്ടി അവിടെ വരും. ഇവിടെ അനിയൻ്റെ വീട്ടിലെല്ലാവരും താമസമുള്ളൂ എന്ന് പറയുന്നത്. അനിയൻ്റെ വീട്ടിൻ്റെ പോകുന്ന വഴിയാണ്, സ്റ്റാർട്ടിങ് ആണ് ഈ സംഭവം. ഇതാണ് നമ്മുടെ ചാലക്കുടി പുഴയോരത്തിൻ്റെ സൈഡിൽ തന്നെയാണ്.
ഇത് വരുന്നത്. മണിച്ചേട്ടൻ്റെ വീടിൻ്റെ എൻഡായിട്ട് വരും. ഇത് കഴിഞ്ഞൊരു വേ ഇല്ല, എൻഡായിട്ട് വരും. ഇവിടെ തന്നെ അനിയൻ്റെ വീടും ഉണ്ട്. മണിച്ചേട്ടൻ പണ്ട് വന്നിരുന്നതൊക്കെ സ്ഥലമാണെന്ന് അറിയത്തില്ല. ഇതിൻ്റെ വേറൊരു സൈഡിലായിരിക്കും പാടി വരുന്നത്. മണിച്ചേട്ടൻ്റെ പാടി വരുന്നത് ഇതിൻ്റെ വേറൊരു സൈഡിലാണ്. ഈ പുഴയോര പാടിയും വരുന്നത്. അത് നമ്മൾ കാണിക്കാം. പാടി അടുത്ത നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ്. ഇവിടെ തൊട്ടടുത്താണ് അനിയന്റെ വീടുണ്ടെന്ന് പറഞ്ഞത്. ചെറിയൊരു ഇടവഴി അങ്ങോട്ട് ഇതായിട്ട് വരുന്നത്. ഈ മുടുക്കായിട്ടാണ് ചെറിയൊരു മുടുക്കാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. താമസിക്കുന്നതും ഈ അനിയൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പം എല്ലാവരും താമസിക്കുന്നതെന്നാണ് മണിച്ചേട്ടൻ്റെ വൈഫിൻ്റെ അമ്മ നമ്മളടുത്ത് പറഞ്ഞിരുന്നത്. ഈ വഴിയാണ് നമ്മുടെ മണിച്ചേട്ടൻ്റെ അനിയൻ്റെ വീട് താമസിക്കുന്നത്, അനിയൻ്റെ വീടുള്ളത്. മണിച്ചേട്ടന്റെ വീടിനടുത്ത് ചെറിയൊരു കടയുണ്ട്. നമ്മൾ മണിച്ചേട്ടന്റെ വീഡിയോസിലെല്ലാം കാണുന്ന കട തന്നെയാണ്. മണിച്ചേട്ടൻ രാവിലെ വന്ന് പത്രം വായിച്ചിട്ട് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ടാണ് മണിച്ചേട്ടൻ പോകുന്നത്. എല്ലാ വീട്ടിലും കണ്ടു കാണുന്നത് നിങ്ങൾ മണിച്ചേട്ടൻ കടയുടെ തിണ്ണയിലിരിക്കുന്ന ഒരു വീഡിയോ, രാവിലെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ, അതെല്ലാം ഈ കടയിലാണ്. ഇതാണ് കടയിലെ ചേട്ടൻ തന്നെ ചോദിക്കാം നിന്റെ ഓർമ്മകൾ. ചേട്ടാ, ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്തോ? പോളി. മണിച്ചേട്ടൻ ഇവിടെ അല്ലേ വന്നിരിക്കുന്നത് രാവിലെ? ആണോ? ഈ കടയിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങളോടൊക്കെ നല്ല സംസാരിക്കുകയൊക്കെ ചെയ്യാം? എപ്പോഴും സംസാരിക്കും. ഒരു വിഷമമുണ്ട് ഇപ്പൊ മണിച്ചേട്ടൻ ഇല്ലാത്തതിന്റെ. ആണോ? താമസിക്കുന്ന വീടല്ലേ? ആണോ? മണിച്ചേട്ടന്റെ ഡ്രൈവർ അമ്മയോ? മോനിപ്പോ ഇപ്പൊ എന്താ ചെയ്യുന്നേ? കുറച്ച് ദിവസമായിട്ട് വണ്ടി എടുക്കുന്നുണ്ട്. ആണോ? ആൾക്കാര് ചോദില്ലാണ്ടൊക്കെ. ആണോ? മരണശേഷമോ അതോ? എന്താ മരണശേഷം ആള് വിഷമത്തിലായി പോയോ? ഓ, ഇപ്പൊ എന്നിട്ട് വണ്ടി വീണ്ടും എടുക്കുന്നുണ്ടല്ലേ? ഓടിക്കുന്നുണ്ടല്ലേ ഇപ്പം? അമ്മ സഹായിക്കുകയൊക്കെ ചെയ്യുന്നു? എല്ലാരെയും സഹായിക്കും ഇങ്ങനെ? സഹായിക്കും എല്ലാരെയും. വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? പിന്നെന്തിയേ, എന്റെ വീട്ടിലേക്ക് വരാറുണ്ട്. ആ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അവൻ സൂക്ഷിക്കാണ്ട് അവൻ അസുഖം വന്നു, അതില് പോയി. എനിക്ക് വിഷമമുണ്ടോ മനുഷ്യനും പോയതിന്റെ ഒക്കെ ഒരു? അതൊക്കെ ഉണ്ടായപ്പോ ഞങ്ങൾക്ക് ഇല്ലാണ്ടിരിക്കോ? പിന്നെ നമ്മള് ഇപ്പൊ ഉള്ളത് പാടിയിലാണ്. മണിച്ചേട്ടൻ സ്വന്തം വീട്ടിൽ സമയം ചെലവഴിച്ചതിനെക്കാട്ടിലും കൂടുതൽ ഇവിടെയാണ് സമയം ചെലവഴിച്ചതെന്ന് ഇവിടുത്തെ ഞങ്ങൾ സംസാരിച്ച എല്ലാ ആൾക്കാരും പറഞ്ഞത്. ഇവിടെ ചെറിയൊരു വീട് പോലൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു എന്തായിരുന്നു, ഇതാണ് പാടി. ഇതായിരുന്നു മണിച്ചേട്ടൻ. ഇങ്ങനെ ആയിരുന്നില്ല ഈ പാടി. വളരെ നല്ല രീതിയിലാണ് മണിച്ചേട്ടൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴൊക്കെ മണിച്ചേട്ടൻ പോയ ശേഷമാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. പിന്നെ ഈ പ്രളയം വന്ന സമയത്ത് തൊട്ടപ്പുറേ ഒരു ഹട്ട് ഉണ്ടായിരുന്നു. അതായത് ഏർമാടം പോലെ ഒരു സാധനം മണിച്ചേട്ടൻ കെട്ടിവെച്ചിട്ടുണ്ട് പുഴയോട് ചേർന്ന് തന്നെ. അവിടെ ആയിരിക്കും മണിച്ചേട്ടൻ എപ്പോഴും ഇരിക്കുന്നത്. ഒരു ഇന്റർവ്യൂലൊക്കെ നിങ്ങളും കണ്ടാണ് മണിച്ചേട്ടൻ തുഴഞ്ഞു പോകുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ ആയിരുന്നു. പക്ഷെ അത് ഇപ്പൊ ഒരു 2018 പ്രളയം വന്ന സമയത്ത് അത് ഒഴുകി, ഇതെല്ലാം പോയി, എല്ലാം ഒഴുകി. ഇപ്പൊ ഈ വീടെല്ലാം കുറെ വർഷമല്ലേ, ഒരു 9 വർഷമല്ലേ ഇപ്പൊ മണിച്ചേട്ടൻ മരിച്ചിട്ട്. അതുകൊണ്ട് ഇതെല്ലാം ഇടിഞ്ഞൊക്കെ വീണേക്കുക. ഇവിടെ ലാസ്റ്റ് ഒരു ശനിയാഴ്ച, ഇപ്പം ഇവിടെ ഒരു ശനിയാഴ്ച രാത്രിയായിരുന്നു ആളിവിടെ ഉണ്ടായിരുന്നത്. അന്നായിരുന്നു വയ്യാതാവുന്ന രക്തം വൊമിറ്റ് ചെയ്ത് മോർണിംഗ് 3 മണിക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുവന്നു. ഇവിടുത്തെ നാട്ടുകാരൊക്കെ കണ്ടിട്ടാണ്, പണിക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കണ്ടിട്ടാണ് മോർണിംഗ് കൊച്ചി അമൃത ഹോസ്പിറ്റലിലേക്ക് മണിച്ചേട്ടനെ കൊണ്ടുപോകുന്നത്. നാട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു മണിച്ചേട്ടൻ ഈ വയ്യാതെ കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. മരണ വാർത്ത ടിവിയിലും ചാനലിലും വന്നപ്പോഴാണ് പല ഇവിടെ ചാലക്കുടിയിലുള്ള നാട്ടുകാരെ അറിഞ്ഞു തുടങ്ങിയത്. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം കൂടെ മണിച്ചേട്ടന്റെ ഓർമ്മ വർഷത്തില് ഇവിടെയുള്ള സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ചേർന്ന് വീണ്ടും ഈ മരങ്ങൾക്കെല്ലാം പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് അവരിപ്പോ പറയുന്നുണ്ട് ഇവിടെ ഫുൾ ലൈറ്റും ഒക്കെ ഇട്ട് ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട് ആഘോഷിക്കായിരുന്നു. ഇവിടെ ഒരു തൊഴുത്തുണ്ടായിരുന്നു, മണിച്ചേട്ടന്റെ ഒരു തൊഴുത്തുണ്ടായിരുന്നു. ഇവിടെ തന്നെ പാല് കയറുന്ന മണിച്ചേട്ടൻ പലർക്കും ഇവിടെ പാല് കൊടുക്കുമായിരുന്നു. ഇവിടെ ആയിരുന്നു ആ തൊഴുത്ത് ഉണ്ടായിരുന്ന മണിച്ചേട്ടൻ്റെ. അതൊക്കെ പോയി. പശുവിനൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുവന്നാണ് മണിച്ചേട്ടൻ ഈ തൊഴുത്തൊക്കെ ഇവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നത്. പാടി ഇതാണോ? ഇത് ഇവിടെയാണ് മണിച്ചേട്ടൻ ഇരിക്കുന്നത് അല്ലേ? ആണോ? ഓ, കറണ്ടും ഒക്കെ ഉണ്ടായി, ചെയറുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആള് ഉള്ളപ്പോ കാലത്ത് തന്നെ ഇങ്ങനെ അലങ്കരിച്ചിടും. ഇങ്ങനെ എല്ലായിരുന്നു ഇവിടെ. ഒന്നും ഉണ്ടാവില്ല. പാരപ്പറ്റുണ്ട്. പാരപ്പറ്റ് പോയി ഇവിടുന്ന് അങ്ങോട്ട് അറ്റം വരെ തിരിച്ചു, മുഴുവനായിട്ടല്ല, നടക്കുന്ന രീതിയില് വഴിയുടെ അങ്ങോട്ട്. പിന്നെ ഇവിടെ ഒക്കെ എല്ലാം പണിക്കാരെ കൊണ്ടൊക്കെ വൃത്തിയാക്കി നല്ല ഭംഗിയിൽ ഇവിടെ ലൈറ്റുകളൊക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഗാനമേളകള്, പിന്നെ ഉത്സവങ്ങൾ, ഇപ്പൊ ഓണായാലും ക്രിസ്മസ് അല്ലെങ്കിൽ സമയത്ത് പടക്കം പൊട്ടിക്കലും ഇതൊക്കെയുള്ള മരുന്ന് പോലെയൊക്കെ ചെയ്യാം. ഇവിടെ മണിച്ചേട്ടൻ നീന്തുന്ന ഒരു സാധനം കാണിക്കൂല എപ്പോഴും? ഇവിടെയാണോ നീന്തുന്നത് മണിച്ചേട്ടൻ? പുഴയിൽ നീന്തുന്നത്
നീന്തല്ല അത് ഇവിടെ ഒരു വഞ്ചിയുണ്ട് അതില് അങ്ങനെ ആ കുത്തിയൊക്കെ പോവല്ലേ അത് കുറെ പിന്നെ ഇവിടെ മണിമേളം പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ പരിപാടികൾ ഇവിടെ നടത്തി മണിമേള ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ മരണശേഷം അപ്പൊ ഇത് ഇപ്പോഴും പെയിന്റ് അടിക്കുമോ അത്? അപ്പൊ അതിനുശേഷം അതിപ്പോ കഴിഞ്ഞ മാർച്ച് 6-ാം തീയതി ആളുടെ 9ാം ചരമവാർഷികം. അപ്പൊ കൂട്ടുകാര് വേണ്ടപ്പെട്ടവരൊക്കെ വന്നിട്ട് പെയിന്റ് അടിച്ച ആളുള്ളപ്പോ അത് ചെയ്തതാണ്. അത് അവര് തുടർന്ന് ഈ ഏർമാടമൊക്കെ പോയായിരുന്നു മണിച്ചേട്ടൻ കെട്ടിയ ഇവിടെ ഒരു 2015 ഇത് വന്നു പ്രളയം വന്നു. ഇവിടൊക്കെ വെള്ളം കയറി എല്ലാവരും ഈ ഭാഗങ്ങളൊക്കെ വെള്ളം കയറി. ഇവിടുന്നാണ് വയ്യാണ്ടാവണം അല്ലേ മനുഷ്യരുടെ? അതൊരു വെളുപ്പാങ്കാലത്താണ്. വെളുപ്പാങ്കാലം ഒരു 4 മണി 3 മണി അടുത്ത് ആള് ബ്ലഡ് വൊമിറ്റ് ചെയ്യും. മനുഷ്യരപ്പോ ഈ രാത്രിയൊക്കെ ഇവിടെ ആയിരിക്കും അല്ലേ? അവസാന ആളുകളൊക്കെ ഭൂരിഭാഗം ഇവിടെ തന്നെയായിരുന്നു. ബ്ലഡ് വൊമിറ്റ് ചെയ്ത് ആകെ ജോലിക്കാരുണ്ടായി. ആൾക്ക് ഭക്ഷണം കൊടുക്കാനും വെള്ളം അങ്ങനെയൊക്കെ നോക്കാൻ 2 ആൾക്കാരുണ്ടായി. അവര് ഇത് കണ്ടു നോക്കിയപ്പോ ആദ്യം അവര് വേഗം അത് ക്ലീൻ ചെയ്ത ആളെ പിന്നെ ആളെ വേണ്ടപ്പെട്ട വേറെ ആളുകളെ അറിയിച്ചു. ഡോക്ടറെ കാണുന്നപ്പോ എന്താ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട് കൊച്ചില. അത് ഇതൊന്നും ഞങ്ങള് ആരും അറിയണില്ല. നിങ്ങൾ മരണമാണല്ലോ അറിയണത്? ഞങ്ങൾ മരണം അറിയണം. നമ്മുടെ വീട്ടില് ഗസ്റ്റുകള് വന്നിട്ടുണ്ടായി, അച്ഛനും അവരൊക്കെ വന്നിട്ടുണ്ടായി. അപ്പൊ അതിനിടയില് വാർത്ത വെക്കാൻ വേണ്ടി വാർത്ത വെച്ചൊരു 6-6:30 മണി വൈകുന്നേരം ഞായറാഴ്ച. ഇത് ശനിയാഴ്ച ആൾക്ക് ഇങ്ങനെ അപ്പൊ ഇങ്ങനെ ആള് അവശ്യ നിലയിൽ ഇങ്ങനെ ഇതായിട്ട് വെന്റിലേറ്ററിലാണ് ആള് ആകെ ആവശ്യം. അപ്പൊ നമ്മളാക്കാൻ എത്തിപ്പോയി. എന്താണെന്ന് ഒരു പിടുത്തമില്ല. അങ്ങനെ ഞങ്ങക്ക് ആകെ തളിച്ചു പോയി. ഞങ്ങക്ക് ആകെ വിഷമായി എന്തിങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ പിന്നെ ഇത് കാരണം പിന്നെ പറഞ്ഞ് ആൾക്ക് ഇതാണ് ഔട്ട് ചെയ്ത് അങ്ങനെ എപ്പോഴാണ് അറിയുന്ന കാര്യം. വലിയൊരു ഷോക്കായിരുന്നല്ലേ? ഷോക്കായി. ഇവര് നമ്മളെ വീട്ടിൽ വന്നത് കാലടി മാത്രമാണ്, മലയാറ്റൂർ വന്നു. അവര് പറഞ്ഞു ഇനിയിപ്പോ ഞങ്ങളൊക്കെ നിന്ന പച്ചക വഴിയിലൊക്കെ തടസ്സങ്ങളും ആളുകളൊക്കെ ആകെ വരണ്ടോളം ആവും. നല്ല ജനസാഗരമായിരുന്നല്ലോ ചാലക്കുടി ആ സമയത്ത്? ജനസാഗരമായിരുന്നു. പിന്നെ അതിനിടയിൽ പറഞ്ഞത് കൊലപാതകം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇടയ്ക്ക് പോലീസ് ഇതൊന്നും കെട്ടി വെച്ചിരുന്നില്ലായിരുന്നോ? അവിടെയൊക്കെ ബന്ധുത്തൊക്കെ അവിടെയൊക്കെ കെട്ടിവെച്ച് പിന്നെ പോലീസും CBI ഇതിന്റെ അന്വേഷണ സംഘങ്ങളൊക്കെ വന്നപ്പോ നമ്മുടെ വീട്ടിൽ ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ നമ്മള് അറിഞ്ഞിട്ട് പോലുമില്ല. ഇതാണ് മണിച്ചേട്ടന്റെ കലാഗ്രഹം. ഇവിടെ മണിച്ചേട്ടന്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മണിച്ചേട്ടൻ ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടോ. ഈ പേര് ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുകയും ചെയ്തു. മണിച്ചേട്ടന്റെ ജീവിതമായിട്ട് വിനയൻ സാർ എടുത്തൊരു സിനിമ ഉണ്ട്, ചാലക്കുടിക്കാരൻ ചെങ്ങാതി. ആ പേര് വന്നത് തന്നെ മണിച്ചേട്ടൻ്റെ ഓട്ടോയുടെ പേരാണ്. മണിച്ചേട്ടൻ ജീവിതം തുടങ്ങിയ ഓട്ടയാണ് ഇത്. മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഭവം എന്ന് എല്ലാ ഇതിലും പറയാറുണ്ടല്ലേ, ആ സംഭവമാണ് ഇത്. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു ഫീൽ വരുന്നില്ലേ? മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് ഓടിച്ചുകൊണ്ടിരുന്ന ഓട്ടയാണ്. ഇപ്പോഴും അത് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ആൾക്കാർ കാത്തു സൂക്ഷിക്കുകയാണ് മണിച്ചേട്ടൻ്റെ ഒരു വില. ഈ നാട്ടുകാരിൽ പറയുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടോ നമുക്ക്? മണിച്ചേട്ടനെ കുറിച്ച് അവർക്ക് പറയുമ്പോഴുള്ള വിഷമവും കാര്യങ്ങളും എല്ലാ നടന്മാർക്കും ഇത് ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. അതാണ് മണിച്ചേട്ടൻ്റെ ആ ഒരു നമുക്ക് പോലും അത് പറയുമ്പോൾ ഒരു ഫീൽ ആവുന്നുണ്ട്. ഈ മരണപ്പെട്ടെങ്കിലും നമ്മൾ പറയത്തില്ലേ, ഈ മരിച്ചെങ്കിലും ഓർമ്മകളിൽ ജീവിക്കുക എന്ന് പറയുന്നത് അതിനൊരു വലിയൊരു അതൊരു സത്യം. മണിച്ചേട്ടനോട് നമ്മൾ അറിയുന്നുണ്ട് ഓർമ്മകളിൽ ജീവിക്കുന്നു എന്നുള്ള. ഇവിടുത്തെ ഓരോ ആളത്തിൽ വെച്ചിട്ട് മണിച്ചേട്ടനെ കുറിച്ച് പറയാൻ 100 കാര്യങ്ങളാണ് അവർക്ക്.